ഗായ്സ്, GCC മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കൂടെ എന്നുള്ളത് നിയാസ്, സിനാൻ. ഓക്കെ, നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേ. Hi guys, I'm Nias from Saudi Arabia. I'm working. I'm from Wayanad. Natural beauty of life. ഓക്കെ, സിനാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സിനാൻ പറ. ഇജൊന്ന് പറയോ, ഇജ് പെണ്ണാണെന്നല്ല വന്നിക്കണേ, ഇവിടെ പറഞ്ഞു കൊടുക്ക്. I am from പാലക്കാട്, മണ്ണാർക്കാട്. ഓക്കെ ഗൈസ്, പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എമൗണ്ട് പൈസ മണി ഇറക്കാൻ ആളുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ, ടാലൻ്റ് ഉണ്ടോ, ഇന്നിപ്പോൾ ഇറങ്ങിക്കോ, കഴിച്ചില്ലോ നിങ്ങൾ. സത്യം പറയാം, ഇത് കേട്ടിട്ട് ഇറങ്ങാൻ നിൽക്കണവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറയാം. ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തവരെ എന്ത് ചെയ്യാം? ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങളെ ദിവസം വരും. ഓക്കെ, 2 കൊല്ലമായിട്ട് ഈ ദുബായിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ദുബായിൽ 2 കൊല്ലമല്ല, എത്ര കൊല്ലം? 3 കൊല്ലം. ആ ദുബായ് കമ്പയർ ചെയ്യുമ്പോൾ സൗദിയും തമ്മിലെ വ്യത്യാസം എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്? സൗദി എക്സ്പെൻസ് വളരെ കുറവാണ് ജീവിക്കാൻ. സ്റ്റേ ചെയ്യണമെങ്കിലും ഫുഡിനാണെങ്കിലും ഒക്കെ കുറവാണ്. അപേക്ഷിച്ച് വളരെ കുറവാണ്. അഫോർഡബിൾ ആണ്. തീർച്ചയായും. ദുബായും സൗദിയും തമ്മിലൊരു വ്യത്യാസം എന്താണ് കണ്ടത്? വേറെ ഈ ലിവിങ് എക്സ്പെൻസ് അല്ലാതെ ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ വേൾഡ് ആണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ അധികമായിട്ട് വരുന്നൊരു മേഖലയാണ് ദുബായ്. അപ്പം അതും സൗദിയും വെച്ച് നോക്കുമ്പോൾ സൗദിയിൽ നന്ന പൈസ ഉണ്ടാക്കാം. പണിയെടുത്താൽ നല്ല പൈസ ഉണ്ടാക്കാം. ഗൈസ്, സൗദിയിൽ വന്ന പൈസ ഉണ്ടാക്കാം. ഇത് കേട്ടിട്ട് ഇനി ആരും കൊണ്ട് ഓടി വരാൻ നിൽക്കണ്ട. പിന്നെ അവസാനം ഓന്റെ അനുഭവം പറയുന്നത്. ഓക്കെ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 1400 ദിർഹംസ്. അത് എനിക്ക് 3 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്തു. അതായത് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് നേരെ ഞാൻ ഇവിടെ സൗദിയിലെത്തി. ഫസ്റ്റ് ഒരാഴ്ച ഞാൻ ജോബിന് കയറി. ഞാൻ ഫ്രീ വിസയിൽ വന്ന ആളാണ്. ഒരാഴ്ച കൊണ്ട് ജോബിന് കയറി. എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ 3500 റിയാൽ സാലറി ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടും സൗദി എനിക്കൊരു ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, സൗദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? നമുക്കിവിടെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്സ് കുറവാണ്. ഒന്നതാണ്, കൂടുതൽ ഫണ്ടും നമ്മളെ എക്സ്പെൻസ് വരുത്തുന്നത് ഫുഡിലാണ്. മെയിനായിട്ട് ഫുഡ്. ഓക്കെ, ഫുഡാണ് മെയിൻ. ഓക്കെ, എല്ലാവരും കൂടുതലും പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഫുഡിനാണ്. നമ്മളെ സൗദിയിൽ പ്രൈസ് കുറച്ച് ബ്രോസ്റ്റഡ് കിട്ടണ എവിടെയാണെന്ന് പറയാം എനിക്ക്? അൽബേക്ക്. അത് സൗദിക്കാരൊരു അഹങ്കാരമാണ് അല്ലേ? സൗദിക്കാരൊരു അഹങ്കാരമാണ് അൽബേക്ക്. നമുക്ക് അൽബേക്ക് വാങ്ങിച്ചാലൊന്നാ, ബാക്കിൽ അൽബേക്ക് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അൽബേക്ക് വാങ്ങിക്കാൻ വന്നില്ല കേട്ടോ. ഓക്കെ, അൽബേക്ക്. ഹായ്, I need 10 piece nuggets, spicy. With 1 Pepsi. Wait here. That's it. Sauce, extra, caboose, bun. No, this. How much? 23 half. Guys, real ആണ്. Okay. 10 പീസ് നഗറ്റ്സിനും അതുപോലെ തന്നെ ഒരു പെപ്സിക്കും നമുക്ക് കോസ്റ്റ് വന്നത് 23 റിയാലാണ്. 1 Pepsi. Yes. 120 chicken nuggets. Yes, spicy. Thank you. 1 Pepsi. Yes. 1 chicken nuggets. Thank you. Guys, finally നമുക്ക് നമ്മുടെ അൽബേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും പറഞ്ഞ പോലെ എത്രത്തോളം അൽബേക്കിന് ഹൈപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ശരിയാണേ, അൽബേക്ക് സൗദിയിലെ വൺ ഓഫ് ദ ഫേമസ് അൽബേക്ക്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? എന്താ പറയല്ലേ അൽബേക്കിനെ കുറിച്ച്? അൽബേക്കിനെ കുറിച്ച് സൗദിയിലെ ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. ആൾക്കാരോട് ആവശ്യമില്ല. അവർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയുന്ന കാര്യം നമുക്ക് വന്നിട്ടുണ്ട്. യെസ്, 10 പീസ് നഗറ്റ്സ് ഉണ്ട്. ഓക്കെ, ഫ്രൈസ് ഉണ്ട്. പിന്നെ എന്താ അവൈലബിൾ ആയിട്ടില്ലേ? യെസ്, ഇത് അവരുടെ സ്പെഷ്യലാണല്ലേ, നഗറ്റ് സോസാണ് ഇത്. ഓക്കെ, പിന്നെ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതായത് അൽബേക്കിനായിട്ട് സ്പെഷ്യലി പെപ്സി ഇറക്കുന്ന ക്യാനാണ് ഇത്. ഓക്കെ, കാരണം ഇങ്ങനത്തെ നമ്മൾ ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല. കാരണം പ്രത്യേക ഇവരുടെ എംബ്ലം ഇതിൽ കൊടുത്തിട്ടുണ്ട്. കഴിച്ചോക്കല്ലേ? പിന്നെ അതേ ഒരു പണ്ണുണ്ട് കേട്ടോ. ഓക്കെ, കഴിച്ചോക്കല്ലേ? ബില്ല് ഓൾറെഡി പേ ചെയ്തു. നമുക്ക് കഴിച്ചു നോക്കാം. വാ.
എന്താ അവസ്ഥ? ഗുഡ്. റീൽ ചിത്രീകരണത്തിലാണ്. ഓക്കെ, നമ്മൾ പുതിയ റീലും വരും കേട്ടോ. ഓക്കെ, ഇഷ്ടമായിട്ടില്ല ഇവൻ്റെ അഭിനയം. എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, എന്ത് ചെയ്യാനാ? ഒരു റീൽ എടുക്കാൻ 20 ഷോട്ട് 25 ഷോട്ട് അടിച്ചു. ഇത് നൈസാട്ടോ. ഉണ്ടോ? ഇനിയും കഴിഞ്ഞിട്ടില്ല. അവസ്ഥ ആലോചിച്ച് നോക്കി. അഭിനയിക്കട്ടോ ഞങ്ങൾ കാണിച്ചു തരാം. എങ്ങനെ അഭിനയിക്കണമെന്നില്ല കാണിച്ചു തരാം. ഓക്കെ, ഒറ്റ മിനിറ്റ് ക്യാമറ ഒന്ന് വെക്കട്ടെ. ഓക്കെ, ഞങ്ങൾ അഭിനയിക്കാൻ പോകണം കേട്ടോ. ഓക്കെ, ആ അത് കേക്കൊന്നും വേണ്ട, അതവിടെ വെക്കാം. അല്ല നമ്മളിങ്ങനെ ഓവറാണ് ഗൈസ്, ഓവർ. ഓണാക്കിട്ടോ ചേട്ടാ കേക്ക് വെറും ഓവറാണ്. അഭിനയിക്കാൻ അറിയാം, എന്നാലും എന്തെങ്കിലും കാട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കട്ടോ. ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. വൈൻഡപ്പ് എടാ 1% ലാസ്റ്റ് 1 മിനിറ്റ് വൈൻഡപ്പ് പറയാനാണെന്ന് നോക്കിയിട്ട് വാ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം.